ഡ്രൈവർ വിസ എന്ന് പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തന്ന വിസ വെറും ലേബർ വിസ. അപ്പോൾ നമുക്ക് പറ്റുന്ന പണി കല്ല് ചുമക്കുക, സിമെൻ്റ് ഇറക്കുക, ഈ പണിക്കാണ് നമ്മൾ കമ്പനി എടുത്തിരിക്കുന്നത്. അങ്ങനെ കൂടെ ആ കമ്പനി പൊളിഞ്ഞപ്പോൾ എന്തായി, ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങളവിടെ കിട്ടാക്കടായി. അപ്പോൾ അവിടുത്തെ ലക്ഷങ്ങൾ നമുക്ക് ലോസ് ആയ സമയത്ത് മൊത്തം ഫിനാൻസിൽ ലോക്കായി. ഉള്ള കല്യാണം കഴിഞ്ഞാൽ പുതുക്കോ ഭാര്യൻ്റെ ഉള്ള സ്വർണ്ണം ഞാൻ എടുത്തിട്ട് എല്ലാം എടുത്ത താലിച്ചൈന് പോലും എടുത്ത്. കാരണം താലിച്ചൈന് പോലും എടുക്കുമ്പോൾ ഭാര്യൻ്റെ കണ്ണിങ്ങനെ വെള്ളം, എൻ്റെ കണ്ണ് നടക്കും വെള്ളം വന്നു. ജയിലിൽ കിടന്ന് 3 മാസത്തെ ജയിൽവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗദിയിൽ കടന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം ഒരാൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക എപ്പോഴും. സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ എന്താന്ന് പോലും നമ്മൾ 3 മാസം നമ്മൾ കണ്ടിട്ടില്ല. കാരണം കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും. ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പ്രവാസികളായ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ അനുഭവിച്ചതാണ്. ബോംബെന്ന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കിട്ടി നാട്ടിലേക്ക്. ഈ 2 ദിവസത്തെ യാത്രയിലും നമ്മൾ റെയിൽവേൻ്റെ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞാനവിടെ എത്തിയത്. ഈ പൈസ എനിക്ക് സെക്കൻഡറിയാണ്. എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ ഫാമിലി, ഇവരും കൂടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹായ്, മൈ നെയിം ഇസ് കീർത്തി പ്രസാദ്. വെൽക്കം ടു സിയോ സ്ക്വയർ അൺപ്ലഗ്ഡ്. പാലക്കാടിൻ്റെ തനത് രുചി ലോകത്തെമ്പാടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിറങ്ങിയ ഒരാളാണ് സിയോ സ്ക്വയർ അൺപ്ലഗ്ഡിൻ്റെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. വെൽക്കം ഫൈസൽ ക, വെൽക്കം ടു സിയോ സ്ക്വയർ അൺപ്ലഗ്ഡ്. ഹായ് കീർത്തി, ഇവിടെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ഫൈസൽ ക, ഞാൻ ഫൈസൽ ഖാൻ്റെ കടയിലെ എന്നത്തെയും കസ്റ്റമറാണ്. കട എന്താണെന്നും ഫൈസൽക്ക് എന്താണെന്നും ഫൈസൽക്ക് ഇപ്പോൾ പറഞ്ഞുതരും. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഞാൻ ജനിച്ചത് പാലക്കാടാണ്. ഇതിപ്പോൾ മറ്റേ കോവേ റൗത്തർ എന്ന ഒരു സ്ഥാപനം ഞാൻ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോവേ റൗത്തറിൻ്റെ റൗത്തർ ബിരിയാണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് തന്നെ പാലക്കാടാണ്. അതൊരു വെറൈറ്റി ബിരിയാണിയാണ്. കാരണം പാലക്കാട് മാത്രം കിട്ടുന്നൊരു ബിരിയാണി. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ അതിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ടുവന്നിട്ട് എല്ലാം നാച്ചുറലാണ്. എൻ്റെ ഈ കോവേ റൗത്തർ ബിരിയാണി എന്ന് പറയുന്നത് ഒരു മായം ഉണ്ടാവില്ല. കാരണം പല ഹോട്ടലുകളും എല്ലാം കാണായിരുന്നു, എല്ലാം സോസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. കാരണം ഹോട്ടലാണ്, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ സ്പീഡ് വർക്കാണ്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഒരു മായല്ലാണ്ട് അവർ നിറഞ്ഞ മനസ്സോടുകൂടി കഴിക്കണം. ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ഈ പാലക്കാടിൻ്റെ ടേസ്റ്റ് നമ്മൾ ലോകത്തുള്ള എല്ലാവരിലേക്കും ഈ ഒരു ബിരിയാണീൻ്റെ രുചി എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫൈസൽ ക പാലക്കാടാണ് ജനിച്ചു വളരുന്നത്. അതെ. ഇപ്പോഴാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതിന് മുന്നേ ഫൈസൽക്ക് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ജനിച്ചത് 1982 ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ വാപ്പാക്ക് ഞങ്ങൾക്ക് 8 മക്കളാണ്. 8 മക്കൾ, ഒരാൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, ബാക്കി 7 മക്കളാണ്. അപ്പോൾ ചെറിയ 1982 കാലഘട്ടങ്ങൾ പറയുമ്പോൾ കുറേ പ്രാരാബ്ദങ്ങളുടെ ഒരു വഴികളാണ്. അന്നൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ എൻ്റെ വാപ്പാക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായിരുന്നു, മക്കളിലൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരുന്നു. ആ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ പഠിച്ചത് 7ാം ക്ലാസ്സാണ്. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്താനുള്ള ഒരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒരു ക്യാൻസർ രോഗത്തിലൊരു അടിമപ്പെട്ടു. അന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറയുന്നത് വളരെ ഭയാനകരമായിട്ടൊരു രോഗമാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിനുള്ളിൽ ഭയങ്കര ഭീതിയാണ്. അന്നത്തെ കാലത്ത് ഈ ഒരു രോഗത്തിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിക്ക സ്ഥലങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ തൊട്ട് സ്റ്റേറ്റായിട്ടുള്ള തമിഴ്നാട് കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. കുപ്പസ്വാമി ഹോസ്പിറ്റൽ, എനിക്ക് ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ്. കുപ്പസ്വാമി ഹോസ്പിറ്റൽ എന്നൊക്കെയാണ് പേര്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുക. അപ്പോൾ ആ ഒരു രോഗം ബാധിച്ച ശേഷം എൻ്റെ വീട്ടിൽ കഷ്ടതകൾ ഒരുപാട് വന്നു. കാരണം ചെറുപ്പം മുതൽ കഷ്ടങ്ങളില്ലാണ്ട് ജീവിച്ച ഞങ്ങൾക്ക് പെട്ടെന്നൊരു ദുരിതം വന്നപ്പോൾ വാപ്പാക്കായാലും ഞങ്ങൾക്കായാലും വളരെ വിഷമമായി. കാരണം ഇത് ഒരു താണ്ടി പോകണ്ടേ. അപ്പോൾ എൻ്റെ വാപ്പ എൻ്റെ ജ്യേഷ്ഠനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി സാമ്പത്തികമായി വളരെ ബാക്കിൽ വന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൊല്ലം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 7ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച്
എക്സാം എഴുതി വെക്കേഷൻ വരുമല്ലോ. വെക്കേഷൻ സമയത്ത് ഞാൻ എൻ്റെ ഒരു പണിക്ക് ഒരു ഭാഗത്ത് പോയി അവിടെ നിന്ന് എനിക്കൊരു 150 റുപ്യ ആഴ്ച കിട്ടുമോ, വെറും 150 റുപ്യ. അന്നത്തെ കാലത്ത് 150 റുപ്യ പറയുമ്പോൾ ഒരു വലിയ പൈസ തന്നെയാണ്. പക്ഷെ ആ 150 റുപ്യ ഞാൻ 1 റുപ്യ പോലും എടുക്കില്ല. ആ 150 റുപ്യ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടേ കൊടുത്ത് ആ പൈസ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ വാപ്പാക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ജ്യേഷ്ഠനായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ സ്കൂൾ തുറന്നപ്പോൾ ഞാൻ തന്നെ വാപ്പാനോട് പറഞ്ഞു, ഞാൻ ഇനി സ്കൂളിൽ പോകണില്ല, കാരണം എനിക്ക് ഇനി പഠിക്കണ്ട. ഞാനായിട്ട് പറഞ്ഞു പഠിക്കണ്ട. വാപ്പ പറഞ്ഞു എന്താ കാരണം വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വാപ്പ പറഞ്ഞു ഇപ്പോഴത്തെ പ്രയാസം നീ നോക്കണ്ട, നീ പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശാഠ്യം പിടിച്ചു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പാക്ക് 2 മനസ്സുണ്ട്. ഒന്ന് പോകണം എന്ന് പറയണമുണ്ട്, ഒന്ന് മുടക്കണം. കാരണം ഈ ഒരു പൈസക്കെങ്കിലും നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞു. വാപ്പ ശരി എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടു. ഞാൻ അവിടെ പണിക്ക് പോയി, ഒരു ഷോപ്പിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പണിക്ക് പോയി. ഞാൻ ആ പണിയിൽ നിന്ന് എനിക്ക് ആഴ്ചക്ക് ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസമൊക്കെ ലീവ് കിട്ടും. ആ ലീവ് ദിവസം ഞാൻ അങ്ങാടിയിൽ പോയിട്ട് ചെറിയ ഒരു വീട്ടു സാധനങ്ങളുണ്ടാവും, ഒരു സോപ്പ്, മറ്റുള്ള ഈ ഫ്രെയിംസ്, ഇതൊക്കെ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ നിന്ന് ഞാൻ പാക്ക് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിട്ട് ബാക്കിൽ ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പോയിട്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയം ഇവർക്കൊക്കെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബിൽ ടു ബില്ലുമായിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു. നമ്മൾ ഫസ്റ്റ് കൊടുക്കും, കുറച്ച് ക്യാഷ് തരും, അങ്ങനെ ആ ഒരു ബിസിനസ്. അപ്പോൾ ആ ചെറുപ്പം മുതലേ എനിക്കൊരു ബിസിനസ്സിനോട് ഒരു താല്പര്യമുണ്ട്. പക്ഷേ സാമ്പത്തികം നമ്മളെ കൊണ്ട് അത്രയ്ക്കും വലിയൊരു പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ ബിസിനസ്സിൽ കൂടെ ഇങ്ങനെ പോയി ആ ബിസിനസ്സൊക്കെ നടത്തിങ്ങനെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു. 4-4.5 വർഷം എൻ്റെ വാപ്പാൻ്റെ ഉള്ള സ്വത്തും കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ടാണ് വാപ്പ ചികിത്സിച്ചത്. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായി ഫുൾ ഡൗണാണ്. അങ്ങനെ എനിക്ക് പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിലേക്കാണ്. എനിക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ക്രഷാണ്. ഇന്നും എനിക്ക് 2-3 വണ്ടികളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. വണ്ടീൻ്റെ ഒരു ക്രഷാണ് ചെറുപ്പം. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു സ്വന്തമായിട്ട്. ഞാൻ 18 വയസ്സാകണ മുന്നേ ഞാൻ ഡ്രൈവറായ ആളാണ്. കാരണം വെച്ചാൽ എനിക്ക് ലേണേഴ്സ് ലൈസൻസ്, ഞാൻ വണ്ടി ഓടിക്കണത് എൻ്റെ ചുറ്റുപാടത്തുള്ള എല്ലാവരും കാണും. അപ്പോൾ ഞാൻ ഒരു ക്ലീനറായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിച്ചു ഞാൻ ഡ്രൈവറാണ് കണ്ടിട്ട് എന്നോട് അയാളെ വണ്ടിയിൽ ഡ്രൈവറില്ലാ സമയത്ത് എന്നോട് വിളിച്ചു. ഞാനിപ്പോൾ പേര് പറയില്ല, കാരണം അത് മോശമല്ലേ. അപ്പോൾ അന്ന് ഞാൻ ഡ്രൈവിങ്ങിന് ലൈസൻസ് എടുക്കണ മുന്നേ ലേണിംഗ് ലൈസൻസ് സംഭവമുണ്ട്. ലേണിംഗ് ലൈസൻസ് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറാണ്, ഇത്രയും വലിയ പേപ്പറാണ്. അപ്പോൾ ആ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു നീ ഡ്രൈവറല്ലേ, എൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് വരുമോ ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പോകുമ്പോൾ ഞാൻ ഈ പേപ്പർ മടക്കിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് പോകുന്നു. ഇയാൾ ഞാൻ ലൈസൻസ് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് പോണത്. ആ പേടിച്ച മാതിരി തന്നെ അയാൾ ചോദിക്കുകയും ചോദിച്ചു. ഞാൻ അയാൾക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് നിർത്തി കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് എന്നെക്കാട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. കാരണം വെച്ചാൽ ഇയാളിത് കണ്ടപാടെ തന്നെ നിൻ്റെ വലിയ ഹെവി ലൈസൻസ് ആണല്ലേ എന്നാണ് ചോദിച്ചത്. കാരണം വെച്ചാൽ സാധാരണ ആൾക്കാർ ചെറിയ ലൈസൻസ് അല്ലേ ഉണ്ടാവുക. എൻ്റെ പേപ്പർ വലുതായത്, എൻ്റെ ഫോട്ടോയും ഗവൺമെൻറ് സീലൊക്കെ കണ്ടപ്പോൾ നിനക്ക് ഹെവി ലൈസൻസ് ഉണ്ടല്ലേ. അങ്ങനെ കഴിച്ചിലായി. അതിൽ 3 മാസം ലേണിംഗ് ലൈസൻസ് തന്നെ അങ്ങനെ ഓടി. പിന്നീട് മറ്റേ ലൈസൻസ് എടുത്തു. പിന്നെ ഡ്രൈവറായി ഓടി. സ്വന്തമായിട്ട് അന്ന് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ച് അങ്ങനെ ഓടി. പിന്നെ കുടുംബത്തിൽ നല്ല ഹാപ്പിയായി. കാരണം അന്ന് വരുമാനം കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ വാപ്പയും നോർമലി ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ വീട് അങ്ങനെ ഹാപ്പിയായി. പിന്നെ ഞാൻ എനിക്ക് 22ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നു. അങ്ങനെ മൂത്ത് ഞാനാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വാപ്പ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ 22ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. അങ്ങനെ വണ്ടികൾ പിന്നെ എടുത്തു. ഫസ്റ്റ് ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് കുറച്ച് വലിയൊരു ട്രാൻസ്പോർട്ട് സെറ്റപ്പിൽ കൊണ്ടുവന്നു. സമയത്ത് ഞാൻ ആ സമയത്ത് ഒരു കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവർ ട്രാൻസ്പോർട്ടിൽ നമ്മൾ അറ്റാച്ച് ഓടാൻ. അവരെങ്ങനെ വെച്ചാൽ മന്ത്ലിയാണ് പേയ്മെൻറ്റ് തരിക. അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ഡീസലിനും മറ്റ് ഡ്രൈവർ ബത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം ഓടാൻ. അങ്ങനെ ഓടി ആ കമ്പനി പൊളിഞ്ഞപ്പോൾ എന്തായി, ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷങ്ങൾ അവിടെ കിട്ടാക്കടായപ്പോൾ എനിക്ക് ഫിനാൻസിൽ വണ്ടികളൊക്കെ അടവിനാണ്. നമ്മൾ ഒരു 10 ലക്ഷം റുപ്യ വണ്ടി ഉണ്ട്, ഒരു 3 ലക്ഷം റുപ്യ 4 ലക്ഷം റുപ്യ നമ്മൾ കൊടുത്തിട്ടാണ് ബാക്കി ഫിനാൻസ് വന്നു. അപ്പോൾ അവിടുത്തെ ലക്ഷങ്ങൾ നമുക്ക് ലോസായ സമയത്ത് മൊത്തം ഫിനാൻസ് ലോക്കായി. അങ്ങനെ ഫിനാൻസ് ഭയങ്കര പ്രശ്നമായി.
പിന്നെ ഞാൻ ഒന്നും കൂടി സാമ്പത്തികമായിട്ട് പിന്നെയും താഴേക്ക് അപ്പോൾ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഭാര്യൻ്റെ ഉള്ള കല്യാണം കഴിഞ്ഞാൽ പുതുക്കോ ഭാര്യൻ്റെ ഉള്ള സ്വർണ്ണം ഞാൻ എടുത്തിട്ട് എല്ലാം എടുത്ത താലിച്ചെയിന് പോലും എടുത്ത്. കാരണം താലിച്ചെയിന് പോലും എടുക്കുമ്പോൾ ഭാര്യൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം, എൻ്റെ കണ്ണ് നടക്കാൻ വെള്ളം വന്നു. കാരണം വെച്ചാൽ നമ്മൾ മെഹർ മാല എന്ന് പറയും. നമ്മൾ മെഹർ കൊടുത്തിട്ട് കെട്ടണമല്ലോ. ആ മെഹർ ഊരിയിട്ട് ഞങ്ങൾ വിറ്റിട്ടാണ് ഞാൻ പിന്നെ വിസക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ഞാൻ ബോംബെയിലെ ഒരു ഏജൻറ്റ് മുഖേനയാണ് ഞാൻ പോകണം. മലയാളിയെ നമ്മൾ പാലക്കാടിലെ ഒരാൾ ലിങ്ക് വഴിക്കാണ് ബോംബെ പോണത്. അപ്പോൾ അവർ പറഞ്ഞു ഒരു വിസ ഉണ്ട്, 1 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് 1 ലക്ഷം റുപ്യ എന്ന് പറയുമ്പോൾ അന്ന് പവന് 6000 റുപ്യ ഉള്ളൂ. ഒരു പവൻ സ്വർണത്തിന് 6000 റുപ്യ ഉള്ളൂ. വിസയ്ക്ക് 1 ലക്ഷം റുപ്യാണ് നമുക്ക്. അതിന് പുറമെ മെഡിക്കൽ മറ്റു കാര്യങ്ങളൊക്കെ വേറെ എക്സ്പെൻസ് ഉണ്ട്. എങ്ങനെ ഒരു 1.25 ലക്ഷം റുപ്യ ചിലവാണ്. ആ 1.25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലമോ ഒക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ആ 1 ലക്ഷം റുപ്യ കൊടുത്ത് നമ്മൾ ബോംബെ പോയി ഏജൻറ്റിൽ പോയി ക്യാഷ് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ഹെവി ഡ്രൈവർ വിസയാണ്, അവിടെ ട്രാൻസ്പോർട്ട് കമ്പനിയാണ്, നിങ്ങൾക്ക് ഇത്ര ശമ്പളമുണ്ട്, അതിന് പുറമെ ട്രിപ്പ് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് തന്നവർ. അപ്പോൾ അതിന് പുറമെ അവർ ബോംബെയിൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. എൻ്റെ മെയിൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഗുഡ് ലക്ക് എന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് അടിച്ച് പാസ്സായാലാണ് നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവറാണല്ലോ. അപ്പോൾ അവിടെ ബോംബെ പോയിട്ട് ബോംബെ ടൗണിൽ ഗുഡ് ലക്ക് പറഞ്ഞൊരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ടായിരുന്നു. ഹെവി വണ്ടി SC 12 ലോറിയാണ്. അത് ഓടിച്ചു, അത് പാസ്സായി, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. നേരെ മറ്റേ സൗദി അറേബ്യയിലെത്തി. ബോംബെന്ന് നേരെ സൗദിയിലേക്ക് ബോംബെന്ന് നമ്മൾ നേരെ സൗദി അറേബ്യയിലേക്ക് വിസ ഒക്കെ അടിച്ച് സൗദി അറേബ്യയിലെത്തി. അവർ പറഞ്ഞത് നിങ്ങളവിടെ പോയി ഇറങ്ങിയാൽ മതി, നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഫ്ലാഗും പിടിച്ചിട്ട് ഒരാളൊക്കെ നിൽക്കും പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മൾ ഗൾഫ് എന്ന് പറയുമ്പോൾ പരന്ന സ്ഥലം, ചുറ്റും ബിൽഡിങ്, ഭയങ്കര കളർഫുൾ ഏരിയ എന്നൊക്കെയാണ് എൻ്റെ മെയിൻലി. കാരണം നമ്മൾ ഗൾഫൊക്കെ പറയുമ്പോൾ TV കണ്ടിട്ടുള്ള ആ ഒരു ഇതാണല്ലോ, നേരിട്ട് കണ്ടിട്ടുമില്ലല്ലോ. അപ്പോൾ പോയി ഇറങ്ങി റിയാദിലെ പോയി ഇറങ്ങി. പിന്നെ അവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എനിക്ക് അബഹ എന്ന് പറഞ്ഞ സ്ഥലം. അബഹ എന്ന് പറഞ്ഞ സംഭവം നമ്മളവിടെ ഒരു മലമ്പ്രദേശങ്ങളാണ്. ഞാൻ സ്വപ്നത്തിൽ പോലെ മലമ്പ്രദേശം ഗൾഫിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഇറങ്ങി. അതോ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ ഭയങ്കര ദുരിതമാണ്. കാരണം പോണ സമയത്ത് വീട്ടുകാർ ലഗേജ് ഉണ്ട്, അതിന് പുറമെ ഹാൻഡിൽ കഴിക്കാനുള്ള ചിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 9-12 മണിക്കൂർ ആയിട്ടാണ് എനിക്ക് അവിടെ എത്തുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. തന്ന ഫ്ലൈറ്റൊക്കെ മറ്റേ ഉഡായിപ്പ് ഫ്ലൈറ്റ്, ഒരു പച്ചവെള്ളം പോലും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് പകരം ചിപ്സും മുറുക്കൊക്കെ തിന്നിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയ സമയത്ത് നമ്മൾ ഇറങ്ങിയ പാടെ അവിടെ ഒരുപാട് സൗദി ടാക്സി ഡ്രൈവർമാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇറങ്ങിയ പാടെ നമുക്ക് ഭാഷ അറിയില്ല, മലയാളം അല്ലാത്തൊരു ഭാഷ എനിക്കറിയില്ല. ആകെ അറിയുന്നത് മലയാളം മാത്രമാണ്. വേറെ ഒരു ഭാഷ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ അറിയില്ല. അവിടെ ഇറങ്ങിയ പാടെ അവിടെ സൗദികൾ പോകാൻ. അപ്പോൾ നമുക്ക് ഇവരെ കാണുമ്പോൾ പേടി പോകും, എന്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ആൾക്കാർ, നമ്മൾ കമ്പനി വിളിക്കാൻ വരുന്ന ആളിനെയും കാണാനില്ല. ലാസ്റ്റ് ഒരു മലയാളി ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് സംഭവിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി ഡ്രൈവറായിട്ട് വന്നതാണ്, അപ്പോൾ ആരും വരും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് കൊണ്ടാവാറ്. പാസ്പോർട്ട് കൊടുത്താൽ അയാൾ അറബിയിൽ എന്തൊക്കെ എഴുതി, നമുക്കത് വായിക്കാനും അറിയില്ലല്ലോ. അപ്പോൾ അയാൾ വെച്ച് ഈ കമ്പനി എനിക്കറിയാം, നിങ്ങൾ വണ്ടി കയറി ഞാൻ കൊണ്ടാക്കി വിടാറ്. അപ്പോൾ ഞാൻ പറയാം എൻ്റെ തൊഴിലുറപ്പില്ല, നിങ്ങൾക്ക് ടാക്സിക്ക് പൈസ തരാൻ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് കമ്പനി തരും പറഞ്ഞു. അങ്ങനെ ടാക്സിയിലും കയറി ഇരുന്ന് രാത്രിയാണ് അവിടെ എത്തുന്നത്. ഒരു മലഞ്ചെരുവിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനും ആലോചിച്ച് പടച്ചോനെ, ഈ മലഞ്ചെരുവ് കൂടെയൊക്കെ ഞാൻ ഈ ലോറിയൊക്കെ ഓട്ടണ്ടേ. എൻ്റെ മനസ്സിൽ ഈ വഴി കംപ്ലീറ്റ് ഇനി കാരണം ഇത് ശരിക്കും കാശ്മീരുമായുള്ള ഒരു ഭയങ്കര ചുരന്മാരുള്ള ഒരു ഏരിയയാണ്. ഞാൻ പേടിക്കുകയാണ്. കാരണം ഇനി ഇത് കൂടെ വലിയ വലിയ ടോർസ് ലോറിയൊക്കെ ഞാൻ ഓടിക്കേണ്ടത്, ഇപ്പോൾ എങ്ങനെ എത്തും എന്നൊക്കെ ആയി ടെൻഷനായി. അവിടെ എത്തിയ പാട് നേരെ വന്നപാട് ടക്കെന്ന് പാസ്പോർട്ട് കൊണ്ട് കമ്പനീൻ്റെ ആൾക്കാർ പാസ്പോർട്ടിന് വാങ്ങി. മുകളിൽ റൂമുണ്ട് കൊണ്ട് മുകളിലേക്ക് കയറ്റി വിട്ടു. മുകളിൽ പോയി നോക്കാം, ഒരൊറ്റ മലയാളി പോലും ഇല്ല, കംപ്ലീറ്റ് ഹിന്ദിക്കാർ. അപ്പോൾ അവർ റൂം കാണിച്ചു തന്നു. ഞാനും പിന്നെ എൻ്റെ കൂടെ അതേ ഫ്ലൈറ്റിൽ അതേ കമ്പനിക്ക് ഒരു UP കാരനും ഉണ്ടായിരുന്നു. അവനക്ക് ഹിന്ദിയെ മാത്രമേ ഉള്ളൂ, എനിക്ക് മലയാളം അറിയുള്ളൂ. രണ്ടാളും ആക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡയലോഗ്. റൂം കാണിച്ചു തന്നപ്പോൾ ഒരു കട്ടിലുണ്ട്. അപ്പോൾ മലയാളികൾക്ക് കുറച്ച് സാമർത്ഥ്യം ജാസ്തിയാണല്ലോ. ഞാൻ എളുപ്പം പോയി കട്ടിലെടുത്തു. ആ രാത്രി പോയ സമയത്ത് അവരെന്തോ ഒരു വലിയൊരു കുബൂസുമായ സാധനം, അത് ജീവിതത്തിൽ അന്നാണ് ആദ്യം കഴിക്കുന്നത്. വിശപ്പിൻ്റെ ഉക്ക് കൊണ്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റൊന്നും നോക്കിയില്ല.
എടുത്തടിച്ച് നേരെ കാട്ടിൽ കയറി കിടന്ന് യു പിക്കാരെന്ത് ചെയ്ത് താഴ്ത്തും കിടന്ന്. ഞാൻ നേരം വിളിക്കുമ്പോൾ നേരം വിളിത്തിനെ ഞാൻ അറിയണേ. എണീക്കുമ്പോൾ ഞാൻ താഴ്ത്ത് കിടക്കണം, കട്ടിലെ കാലൊക്കെ ഓടിഞ്ഞിരിക്കണം. എന്നിട്ട് താഴത്ത് വന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് അവന് രാവിലെ എത്തിയത്. ഞങ്ങൾ ഒരുമിച്ചാണ് ആ കമ്പനിക്ക് പോണത്. അവിടെ എത്തി പിറ്റത്തെ ദിവസം ഞങ്ങൾക്ക് പണിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് പറഞ്ഞു ഡ്രൈവർ വിസ, നമുക്ക് അറിയുന്ന ഭാഷയിൽ ഒരു ബാംഗ്ലൂരിലെ ഒരാളാണ് അവിടുത്തെ മാനേജർ. ആൾക്കും കന്നഡ, ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ അറിയുള്ളൂ. നമുക്ക് ആകെ മലയാളവും. ഞങ്ങൾ മലയാളം വിട്ടുള്ള ഒരു കളിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആംഗ്യ ഭാഷയിലൊക്കെ ഞങ്ങൾ ഡ്രൈവർ വിസ എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റാണ് അവിടെ ഞങ്ങൾ അറിയുന്നത് ചതിയിൽ അവിടെയും പെട്ടുന്നുള്ളത്. കാരണം ഞങ്ങളുടെ വിസ അടിച്ചിരിക്കുന്നത് ലേബർ വിസ. ഡ്രൈവർ വിസ എന്ന് പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് തന്ന വിസ വെറും ലേബർ വിസ. അപ്പോൾ നമുക്ക് പറ്റുന്ന പണി കല്ല് ചുമക്കുക, സിമെൻ്റ് ഇറക്കുക. ഈ പണിക്കാണ് നമ്മൾ കമ്പനി എടുത്തിരിക്കുന്നത്. ഏജൻസി പറ്റിച്ച് 1 ലക്ഷം രൂപയും കൊടുത്ത് അവിടെ എത്തി. നാട്ടിലേക്കും വരാൻ പറ്റില്ല, കാരണം നമുക്ക് കടം കിട്ടാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസമൊക്കെ അവിടെ സമരം ചെയ്താൽ ഞങ്ങൾ പണിക്ക് പോകില്ല എന്നൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു അന്നത്തെ കാലത്ത് 5000 റിയാൽ ചോദിച്ചു. അതായത് നാട്ടിലത്തെ അതേ 1 ലക്ഷം റുപ്യ റിട്ടേൺ കൊടുത്താൽ നിങ്ങളെ കയറ്റി വിടാൻ പറഞ്ഞു. നാട്ടിൽ ഇത്രയും കടാക്കിയിട്ട് വന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? ചെയ്ത്താൻ്റെയും മറ്റേ കടലിൻ്റെയും നടുവിൽ പെട്ട ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരും. ആ ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പ്രവാസികളായ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ അനുഭവിച്ചതാണ്. ഈ പ്രവാസ ജീവിതം അനുഭവിച്ച പല ആൾക്കാർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവും. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം അറിയാൻ പറ്റുന്നൊരു സമയമാണ്. ഞാൻ പോയ സമയത്തും ഇങ്ങനെ എല്ലാവരും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ച എന്ത് കിട്ടുന്ന പണി അവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഷ്ടിച്ച് വലിയ ലോറി ട്രെയിലർ വണ്ടി സിമെൻറ്റ് ഇറക്കുക. 2 ആളുണ്ടാവുള്ളൂ. അതൊക്കെ ഇറക്കി തോളിൽ വെച്ച് തോളൊക്കെ പൊട്ടും. ഞാനും എൻ്റെ ഉമ്മാനെ വിളിച്ച് കരയും. ഉമ്മ അതാണ് അവസ്ഥ ഉമ്മ പറയും. അങ്ങനെയാണ് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഉണ്ടാക്കാനുള്ളൊരു പുതിയ വരുന്നത്. കാരണം എൻ്റെ നാട്ടിൽ ഞാൻ കട്ടൻ ചായ പോലും വെച്ച് കുടിക്കാൻ അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഒരു ദിവസം ഫസ്റ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കറി വെച്ചത് ഒരു മോര് കറിയാണ്. ഇതെങ്ങനെ വെക്കാമെന്നറിയില്ല. കുറേ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ച് ഞാൻ തിളപ്പിച്ചിട്ട് മോര് ഇട്ടിട്ട് അങ്ങോട്ട് ഫുള്ള് തിളപ്പിച്ച്. മോരിട്ട് സത്യത്തിൽ തിളപ്പിക്കാൻ പറ്റില്ല. മോരിട്ട് തിളച്ചാൽ മോര് പിരിക്കും. മോര് പിരിച്ചാൽ എന്താവും? വയറിളക്കം വരും. പിന്നെ അതിന് പുറമെ മഞ്ഞപ്പൊടി കളറില്ലാതെ മഞ്ഞപ്പൊടിയും കൂട്ടി. എൻ്റെ കയ്യിൽ ഫുള്ള് ഒരാഴ്ചക്ക് മഞ്ഞ കളറായിരുന്നു. ആ ഒരവസ്ഥയാണ്. അങ്ങനെ പോയി പിന്നെ വീട്ടിലേക്ക് വിളിക്കും, എന്താണ് വെക്കേണ്ടത്, എങ്ങനെ വെക്കേണ്ടത് ഉമ്മാനോട് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പിന്നെ ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് ഓരോരോ ഐഡിയകൾ ഉണ്ടാക്കി ഭക്ഷണങ്ങൾ പുതിയ ഉണ്ടാക്കി. അങ്ങനെ അവിടെ ഒരു 3 മാസം 4 മാസം അവിടെ കണ്ടിന്യൂ ആയി നിന്നു. കാരണം അവിടുന്ന് നമുക്ക് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവിടുത്തെ ഒരു അക്കാമ എന്ന് പറയും. അതായത് അവിടുത്തെ ഒരു ID കാർഡാണ്. പിന്നെ ലൈസൻസ് വേണം. നമുക്ക് പുറത്തെന്തെങ്കിലും പോകണമെങ്കിൽ ലൈസൻസ് വേണം. ഇത് രണ്ടും കിട്ടണം പറഞ്ഞാൽ അവരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെയൊക്കെ അവിടെ ശമ്പളമൊന്നുമില്ല. നമുക്ക് 4 മാസം വെറുതെ പണിയെടുക്കും. 200 റിയാൽ തരും. ആ 200 റിയാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെയുള്ള ചിലവിന് തന്നെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലത്തുമാതിരി IMO വാട്സപ്പ് കോൾ ഇതൊന്നുമില്ല. അവിടെ നാട്ടിലേക്ക് വിളിക്കണമാർ ഒരു ഉറുപ്പ്യ കൊടുക്കണം. ഹുണ്ടിയൽ കോൾ എന്നൊക്കെ പറയും. ആ ഒരു റിയാൽ കൊടുത്തിട്ട് കൊണ്ട് കരയുമ്പോഴത്തേനും അവിടെ കട്ടായിട്ടുണ്ടാവും. ആ അവസ്ഥയാണ്. അപ്പോൾ വളരെ വിഷമത പിടിച്ചൊരു സമയം, ആ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്നൊരു മലയാളിയും പാടെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഞങ്ങൾ ചാടി പോകാനുള്ളൊരു പരിപാടി. കാരണം അവിടെ നിന്ന് പണിയെടുത്തിട്ട് പണിയെടുക്കാൻ ശമ്പളമില്ല, വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല, പിന്നെ കടങ്ങൾ വീട്ടാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ലല്ലോ. അങ്ങനെ ചാടി അവിടെ നിന്ന് 1200 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ ഒരു ഉമ്മാൻ്റെ ഒരു ആങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടെത്തി വേറെ ബസ്സിൽ. ആ പോണ കഥകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കഥകളാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ എനിക്ക് വണ്ടി നമ്മൾ ഇല്ലീഗലായിട്ടുള്ള അവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെ പോലീസോ കാര്യങ്ങളോ തടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കൊണ്ട് ജയിലിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, നീ ഡ്രൈവറായി പണിയെടുക്കണ്ട, വേറെ എന്തെങ്കിലും പണി അറിയിച്ച്. ഞാൻ പറഞ്ഞു വേറെപ്പം പറയും, നിനക്ക് JCB ഓടിക്കാൻ അറിയിച്ചു എന്നോട് എൻ്റെ മാമ. അപ്പോൾ ഞാനാണെങ്കിൽ നാട്ടിൽ JCB ഇങ്ങനെ റോട്ടിൽ കൂടെ ഓടുന്ന കാണാനല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് അതിൽ കയറി ഇരുന്നിട്ട് പോലില്ല JCBയിൽ. ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസം, കോൺഫിഡൻസ്, എനിക്കറിയാം എന്ന് പറഞ്ഞു. അറിയാമെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. കാരണം
കുടുംബത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്താം, എൻ്റെ ബാധ്യതകളും എൻ്റെ പ്രയാസങ്ങളും മാത്രമാണ് എൻ്റെ മുമ്പിൽ. അപ്പോൾ എനിക്കതൊരു മാർഗ്ഗങ്ങൾ എൻ്റെ ഒരു തടസ്സമല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം, എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ ബാധ്യതകൾ തീർക്കണം. എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ ഭാര്യയും അപ്പോൾ ഞാൻ ഗൾഫിലേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, എൻ്റെ മോള്. അപ്പോൾ ഒരു വലിയൊരു കുടുംബമാണ്, വലിയ കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഞാൻ. അപ്പോൾ ആ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമല്ല. അതിന് മുമ്പിൽ ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ട് നിർത്തിയിട്ട് എന്നെ കൂടെ ഓടിക്കാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ചെയ്യും. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി വേറെ കമ്പനിയിലായിരുന്നു വണ്ടി. അപ്പോൾ മാമൻ എന്ത് ചെയ്തു, മാമൻ്റെ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിൻ്റെ കൂടെ കാറിൽ തന്നെ പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് വരാം, വണ്ടി ആ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് വാ, എന്നിട്ട് വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നോക്കുക, എന്നിട്ട് പോകാറ്. വ്യാഴാഴ്ച രാത്രിയാണ്. അപ്പോൾ ഞങ്ങളന്ന് പോയി വണ്ടി എടുക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട്. വണ്ടി JCB എങ്ങനെ ഓടിച്ചു, സ്റ്റിയറിംഗ് ആണ് നമ്മൾ സാധാരണ കാറൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ടാവും, JCBയിൽ സിസ്റ്റം വേറെയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ വേറെ ശ്രീലങ്കക്കാരനാണ് ആ കമ്പനിൻ്റെ ഉള്ളിൽ നിന്ന് JCB കൊണ്ടുവന്നു. ഞാൻ ഈ മെക്കാനിക്ക് കേൾക്കാത്ത മാതിരി അയാളെ ചോദിച്ചു, വണ്ടി ഇതെങ്ങനെ മുമ്പിലേക്ക് എടുക്കുക, എങ്ങനെ ബാക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ സിമ്പിൾ മെത്തേഡായിരുന്നു, ഒരു ലിവറായിരുന്നു. ഈ ലിവറിനെ പിടിച്ച് ഫ്രണ്ടിലേക്കാക്കുക, മുമ്പ് പോവും, ബാക്കിലേക്കാക്കിയാൽ ബാക്കിലേക്ക് പോവും. ചെറിയ ലിവർ ഇപ്പുറത്തുണ്ട് ഗിയറിൻ്റെ, അത് വലിയ കാര്യമൊന്നുമില്ല. ആ വണ്ടി ഓട്ടാൻ പഠിച്ച്. ഇനി ഇതിൻ്റെ വണ്ടിൻ്റെ ഓട്ടലല്ല, ഇതിൻ്റെ മെയിൻ ബാക്കിൽ ഒരു 2 ലിവറുണ്ട്. 2 ലിവറിൽ 8 പൊസിഷനാണ്. ഈ പൊസിഷനാണ് ഈ JCBൻ്റെ ബക്കറ്റ് നിർത്തണവും പിടിക്കണം. അതാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തു വന്നു. ഇനിയിപ്പോൾ വണ്ടി കൊണ്ടുവന്ന് അങ്ങനെ രാത്രി അവിടെ നിർത്തിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ എനിക്ക് ഞാൻ ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഓടിക്കും, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും, ഇതാണ് എൻ്റെ മെയിൻ. ഉറക്കല്ല എനിക്കന്ന്. അന്നത്തെ രാത്രി വ്യാഴാഴ്ച രാത്രി ഉറക്കില്ല. രാവിലെ 6 മണിക്ക് തന്നെ എണീച്ചിട്ട് ഞാൻ ചെയ്ത് JCB സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ട് JCBൻ്റെ ബാക്കത്തെ ബക്കറ്റിൻ്റെ ഓപ്പറേറ്റിങ് ഞാൻ ഇരുന്ന് പഠിച്ച് ഒരു 9 മണി വരെ ഞാൻ ഒരാളുടെ ശല്യമില്ലാണ്ട് പഠിച്ചു. അപ്പോൾ ഈ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് മാമൻ, വെള്ളിയാഴ്ച പൊതുവെ അവിടെ മാക്സിമം എല്ലാവരും ഉറങ്ങി എണീക്കാൻ നേരം പെടും, കാരണം അവിടെ വെള്ളിയാഴ്ച അവധിയാണ്. അപ്പോൾ ഞാൻ മാത്രം 6 മണിക്ക് എണീച്ച് ഇത് പഠിക്കണമെന്ന് വെച്ചാൽ എനിക്ക് പഠിക്കണം, ആരും അറിയാനും പാടില്ല, എനിക്ക് അറിയില്ല എന്നുള്ളത് അറിയാനും പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണി എനിക്ക് കിട്ടില്ല. ആ പണി കിട്ടിയില്ല പറഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല, ഓപ്ഷനില്ല. പിന്നെയും ഞാൻ എൻ്റെ മുമ്പിൽ ഫുൾ ബ്ലാങ്കാണ്. അങ്ങനെ ആയി. മാമ എണീച്ച് നീ എന്താ ഈ കാട്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല, വണ്ടി കുറേ ആയിട്ട് അവിടെ വെറുതെ നിർത്തിയിട്ടൊക്കെയല്ലേ. അപ്പോൾ നിർത്തിയിടുമ്പോൾ ഈ കൈയൊക്കെ ഇതിൻ്റെ JCBൻ്റെ കൈയൊക്കെ സ്റ്റക്കായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഗ്രീസ് അടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രീ ആക്കണോ. അപ്പോൾ മാമ പറഞ്ഞു, ഓ വെരി ഗുഡ്, കാരണം മൂപ്പർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയായി ഞാൻ അതിൽ കയറി. പിന്നെ എനിക്ക് ആ JCB കൊണ്ട് എനിക്ക് പണി കിട്ടാൻ പോണത് ഇന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് സൗദി കിയ എന്ന് പറഞ്ഞൊരു കമ്പനി. അതിൻ്റെ പെട്രോൾ കെമിക്കലിൻ്റെ ഒരു കമ്പനിയാണ്. ആ കമ്പനീൻ്റെ അടിത്തറ മുതലുള്ള പണിക്കാണ് ഞാൻ പോകണം സ്റ്റാൻഡ്. എന്നാൽ അത് വലിയൊരു കമ്പനിയാണ്. അതിൽ അമേരിക്കൻ്റെ കമ്പനിയാണ് അതിൻ്റെയൊക്കെ കോൺട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി, അവിടെ പണിയെടുത്ത് കൈ തെളിച്ച്. കാരണം എൻ്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ ആ JCBനെ ഇനി ഒന്നുമില്ല, എനിക്ക് അതിൽ കൊണ്ട് 8 അല്ല 16 വരെ കളിക്കാൻ ഞാൻ പഠിച്ച് ആ കമ്പനിത്തെ മറ്റേ അമേരിക്കൻ കമ്പനിയുണ്ട് KBR എന്ന് പറയും, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഏറ്റവും വലിയ കമ്പനിയാണ് KBR. ആ കമ്പനി എനിക്ക് ബെസ്റ്റ് ഓപ്പറേറ്റർ എന്നുള്ള അവാർഡ് വരെ എനിക്ക് തന്നു. അതായത് 3 മണിക്കൂർ മാത്രം എടുത്തിട്ടാണ് JCB പഠിക്കുന്നത്. അടുത്ത പ്രാവശ്യം ബെസ്റ്റ് ഓപ്പറേറ്റർ അവാർഡ്. അടുത്ത പ്രാവശ്യം അതായത് അവർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഓരോ മന്ത് ബെസ്റ്റ് ഓപ്പറേറ്ററിനെ സെലക്ട് ചെയ്യും. ആ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരു ബെസ്റ്റ് ഓപ്പറേറ്ററിനുള്ള അവാർഡ് വരെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞാനത് പിന്നെ അവിടെ നിന്ന് ഒരു 2 കൊല്ലത്തോളം നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്നു. ഇതാണ് ഒരു. അതിനിടയ്ക്ക് രസകരമായിട്ടുള്ളൊരു ഭാഗം വിട്ടുപോയെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ജയിലിൽ കിടന്നത് കഴിഞ്ഞിട്ട്. ജയിലിൽ കിടക്കുക പറഞ്ഞാൽ അത് രസകരമല്ല, അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാനൊക്കെ അന്ന് ഈ നമ്മൾ ലീഗലായിട്ടുള്ള വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ നിന്ന് സൗദിയിലുള്ള ആൾക്കാർക്കും മറ്റ് പ്രവാസികൾക്കൊക്കെ അത് അറിയാൻ പറ്റും. നമ്മൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നാട്ടിലേക്ക് വരുമ്പോൾ പുടുത്തം കൊടുത്തിട്ട് വേണം നാട്ടിലേക്ക് വരാൻ. അപ്പോൾ അന്ന് എല്ലാവരും പുടുത്തം കൊടുക്കുമ്പോൾ ഉമ്രക്ക് വന്നാണെന്ന് പറഞ്ഞിട്ട് ഉമ്ര ചെയ്യാൻ വന്ന് ചാടി പണിയെടുത്ത് കൊണ്ടാണ് പുടുത്തം കൊടുക്കുക. അപ്പം ഞാനന്ന് പുടുത്തം കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഫിംഗർ വെച്ച സമയത്ത് തന്നെ എനിക്ക് ഇതിൽ എൻ്റെ സ്പോൺസർ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ സ്പോൺസറിൻ്റെ വണ്ടി കട്ടിട്ട് പോയി, അതുമാതിരി സ്പോൺസറിൻ്റെ മകനെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെതിരൊരു പരാതി കള്ളക്കഥ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ജയിലിൽ കയറുമ്പോൾ തന്നെ എൻ്റെ കൈ വെച്ച സമയത്തിന് എൻ്റെ കേസ് കംപ്ലീറ്റ് അവിടെ വന്ന് എന്നെ ജയിലിലാക്കി.
പിന്നെ ആ ജിദ്ദയിലാണ് എന്നെ പുറത്ത് കൊണ്ടു. പിന്നെ എൻ്റെ സ്പോൺസറിൻ്റെ അവിടെ ജയിലിൽ കൊണ്ടുപോയി. അവരുടെ സ്പോൺസറിൻ്റെ സ്വാധീനം കൊണ്ട് അവിടുന്ന് പോലീസ് കുറേ എന്നെ മർദ്ദിച്ചു. അന്നൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം തല്ലുകൊണ്ട വേദനയില്ല എനിക്ക്. കാരണം ഞാൻ ഈ കുരുക്കിൽ പെട്ടല്ലോ. കാരണം എന്നെ ഈ ജനങ്ങൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മനുഷ്യനെ തന്നെ ചതിക്കുന്നൊരു കാലഘട്ടം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് എന്താ ഏജൻസിക്ക് കിട്ടാൻ പോകുന്നു? ഒരു ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുത്ത് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് പറ്റിക്കുന്ന ഒരു കാലഘട്ടം. അത് എത്ര കാലം നിലനിൽക്കാൻ പറ്റും? അപ്പോൾ എനിക്കൊരുപാട് അവിടുന്ന് അവരെ സ്വാധീനം കൊണ്ട് മർദ്ദനം ഉണ്ടായിരുന്നു. അപ്പോൾ ജയിലിൽ കിടന്ന് 3 മാസത്തെ ജയിൽവാസം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗദിയിൽ കടന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം ഒരാൾക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക എപ്പോഴും. കാരണം അതിൻ്റെ ഉള്ളിൽ എല്ലാ ഭക്ഷണങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആ ഒരു വേദന ആർക്കും അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറത്തുള്ള ഒരു വേദനയാണ്. എന്നിട്ടും ഞാൻ തരണം ചെയ്ത് അവിടുന്ന് 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ നിരപരാധിത്വം സൗദിയിലൊരു പ്രശ്നമുണ്ട്. ഒരാൾ ഒരു കേസ് കൊടുത്താൽ പോലെ അവർ പെട്ടെന്നത് ശിക്ഷിക്കില്ല. കാരണം വെച്ചാൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പുറത്തും കൊടുക്കുമ്പോൾ എനിക്ക് ആവറേജ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ഒരു പഠിച്ചു. കാരണം ടീച്ചർ എന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 10 വർഷം പഠിക്കേണ്ടി വന്നു 7 കാരണം ആ ഒരു കുറച്ച് ക്ലാസ്സിൽ കുറച്ച് കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു പ്രയാസമാണ്. ഹിന്ദി പഠിപ്പിക്കാൻ ടീച്ചർക്ക് മെനക്കെട്ടില്ല. ഞാൻ സൗദി അറേബ്യ പോയിട്ട് 3 മാസം കൊണ്ട് ഹിന്ദിയും പഠിച്ച് ഈ പറഞ്ഞ അറബിയും പഠിച്ച്. അപ്പോൾ അറബിയിൽ നമുക്ക് അവരത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിച്ച് എനിക്ക് അവരെ കൊണ്ട് തന്നെ നഷ്ടപരിഹാരം എനിക്ക് വാങ്ങിത്തന്നു. ആ ഗവൺമെൻറ് അങ്ങനൊന്നും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വന്ന് അവിടെ നിന്ന് കയറുന്ന സമയത്ത് സത്യത്തിൽ ജയിലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹാളാണ്. സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ എന്താണെന്ന് പോലും നമ്മൾ 3 മാസം നമ്മൾ കണ്ടിട്ടില്ല. പുറത്തുനിന്ന് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അതിൽ ലഗേജ് ഞാൻ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ അടുത്ത് 2 ഫോണ്, കുറച്ച് പൈസ, കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കിയ സമയത്ത് ഈ ബാഗിൽ നമ്മുടെ നിന്ന് പോകുമ്പോൾ ഒരു വാങ്ങി വെക്കും. നമ്മൾ ഉള്ളിൽ ജയിലിൽ കയറുമ്പോൾ വാങ്ങി വെക്കും. ഇറങ്ങുന്ന സമയത്ത് ഈ ബാഗൊക്കെ നമുക്ക് കൈ തരും. സമയത്ത് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോളും. ചെക്ക് ചെയ്തോ ഓക്കെയാണ്. പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് ഈ സൂര്യനെ നമ്മൾ ശരിക്കും ഒന്ന് കാണാൻ നമുക്ക് കണ്ണ് ശരിക്കും 10 മിനിറ്റോളം നമ്മുടെ കണ്ണ് തുറക്കാൻ സാധിക്കില്ല. കാരണം സൂര്യപ്രകാശം തട്ടാത്തതുകൊണ്ട് അങ്ങനൊരു ഇതായിരുന്നു. പിന്നെ ആ ബാഗും തൂക്കി അവിടെ ഒരു ഹജ്ജ് ടെർമിനൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ജയിലിൽ പോണവർക്ക് കയറി പോകാനുള്ള ഒരു ടെർമിനൽ, ഹജ്ജ് ടെർമിനൽ. അവിടെ കൊണ്ടിരുത്തിയിട്ട് അവിടുന്ന് ബസ്സിൽ കയ്യാമങ്ക വെക്കും. കയ്യിലും കാലിലൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടത്. ആ ഫ്ലൈറ്റിൽ ഓൾറെഡി എല്ലാവരെയും പാസഞ്ചർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുപോകണ് ഈ ഒരു ബസ് ഉണ്ടാവും. അതിന് മുന്നേ വേറൊരു സംഭവിച്ചില്ല. ഈ ബാഗൊക്കെ നമ്മുടെ പോക്കറ്റിൽ കുറേ പൈസയും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹജ്ജ് ടെർമിനലത്തെ കുറച്ച് ബംഗാളികളും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരും പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനവും ഈ ബാഗിൽ വെക്കണം. നിങ്ങൾക്ക് ലഗേജിൽ അവിടെ കിട്ടും. എന്തെങ്കിലും സാധനം നിങ്ങളുടെ പോക്കറ്റിലോ എവിടെയും കണ്ടാൽ നിങ്ങളെ റിട്ടേൺ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇനി ജയിലിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ വേണ്ടില്ല, നാട്ടിൽ പോകണം വേണ്ട ഉള്ള സാധനങ്ങളൊക്കെ ആ ബാഗിൽ തന്നെ വെച്ചിട്ട് ഞങ്ങളെന്ത് ചെയ്തു, മറ്റേ ബസ് കയറി. എല്ലാം ബാഗിലിട്ടു. ബസ് കയറി. ബസ്സിൽ നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോൾ സമാധാനം. പടച്ചോ നാടെത്താല. കാരണം 3 മാസം ജയിൽവാസം പറഞ്ഞാൽ 3 വർഷം 30 വർഷം കടന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. കാരണം അത്രയും വിഷമതമായിട്ടുള്ളൊരു കാലഘട്ടം. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ മരിക്കലും പിടിക്കലും ഒക്കെ ഉണ്ട്. കാരണം അതൊക്കെ നമ്മൾ ലൈവിൽ കാണില്ല. കാരണം ജയിലിൽ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ബോംബെയിൽ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ട് പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിർമ. അങ്ങനെ ബോംബെയിലാണ് അത് ലാൻഡ് ചെയ്യണത്. ബോംബെ ലാൻഡ് ചെയ്ത് എല്ലാവരും ഇറങ്ങി. ഞങ്ങളന്ന് 28 മലയാളികളാണ് മൊത്തം ഞങ്ങളന്ന് കയറ്റി വിട്ടത്. ഞങ്ങളത് ലഗേജൊക്കെ പോയി തപ്പി നോക്കുമ്പോൾ എല്ലാവരും ലഗേജും കിട്ടി. ഞങ്ങളുടെ ആ ബാച്ചത്തെ 28 ആളുടെ ലഗേജും ഇല്ല. ഞങ്ങൾ ഫുള്ളവിടെ തപ്പി. അപ്പോൾ അവിടെ എയർപോർട്ടിൽ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ലഗേജൊക്കെ പോയി, അവിടുന്ന് കയറ്റി വിട്ടിട്ടില്ല പറഞ്ഞു. കാരണം അതിൽ പൈസകളുണ്ട്, മൊബൈലുകളുണ്ട്, എല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥരെടുത്തോ ഇനിയിപ്പോൾ അതല്ല അവിടുത്തെ ബംഗാളി പണിക്കാരുകളെടുത്തോ ഒന്നും അറിയില്ല. അങ്ങനെ പൈസ പോയി. ബോംബെയിൽ നിന്ന് നാടെത്തണം പറഞ്ഞ വഴിയില്ലേ, 10 പൈസ ഒരാളത്തുമില്ല. കാരണം എല്ലാവരും പേടിച്ചിട്ടാണ് പൈസ ഇട്ട്. അതിലെന്തോ 2 മലയാളി കുറച്ച് ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് സാമർഥ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്തു,
ഈ കുറച്ച് പൈസ ഇവർ കാലിലെ ഫാൻറ്റിൻ്റെ ഈ ഒരു മടക്ക് വരും, മടക്കിൻ്റെ ഇടയിൽ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളത് കുറച്ച് പൈസ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് പൈസ മാറ്റിയപ്പോൾ എല്ലാവർക്കും മറ്റേ ബോംബെയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കിട്ടി നാട്ടിലേക്ക്. അപ്പോൾ ഷൊർണൂരാണ് ഞാൻ ഇറങ്ങേണ്ടത്, എൻ്റെ സ്റ്റോപ്പ് ഷൊർണൂരാണ്, ബാക്കിയൊക്കെ ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങും. അപ്പോൾ അതുവരെക്കുള്ള ആ ടിക്കറ്റിനുള്ള പൈസ ഉള്ളൂ, ബാക്കി ഒരു ഉറപ്പില്ല. അന്ന് 2 ദിവസത്തെ യാത്ര എന്തോ ആണ് ബോംബെയിൽ നിന്ന് നമുക്ക് പാലക്കാട് ഷൊർണൂർ എത്താൻ. ഈ 2 ദിവസത്തെ യാത്രയിലും നമ്മൾ റെയിൽവേൻ്റെ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ എത്തി വേറെ ഒന്നുമില്ല അങ്ങനെ. അപ്പോൾ ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകണം, എനിക്ക് 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എങ്ങനെ നാട്ടിൽ പോകും? അവിടെയും പ്രയാസമാണ്. അപ്പോൾ ഇവർ ചോദിച്ചാൽ നിനക്ക് ഇവരെല്ലാവരും പഠിച്ചു നീ ഇനി അങ്ങനെ നാടെത്തും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വഴിയില്ല, എന്തെങ്കിലും വഴി കാണണം, വീട്ടുകാരെന്തെങ്കിലും വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയണം ഞങ്ങളുടെ ഒരു 50 ഉറുപ്പിയും കൂടി ഉണ്ട്, നീ അത് കയ്യിൽ വെച്ചോ. എന്നിട്ട് 50 30 എന്തോ ഒരു പറഞ്ഞു, അതെനിക്ക് തന്നു. ഞാൻ നാട്ടിലിറങ്ങി 30 ഉറുപ്പിക തന്നു, 20 ഉറുപ്പിക അങ്ങനെ തന്നു. ഞാൻ നാട്ടിലിറങ്ങി മറ്റേ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആദ്യം പോയി എടുത്ത് പാലക്കാടേക്ക് ഒരു ടിക്കറ്റ് 15 ഉറുപ്പിയാണ്. 15 ഉറുപ്പിയും വാങ്ങി. അന്ന് ഭയങ്കര വിശപ്പ്, 2 ദിവസം പച്ചവെള്ളം കുടിച്ചിട്ടാണ് ബോംബെയിൽ നിന്ന് ഷൊർണൂർ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്ത് 15 ഉറുപ്പ്യക്ക് 2 ഉറുപ്പ്യൻ്റെ കോയിൻസിൽ അന്ന് കോയിൻ ബോക്സ് ഇട്ടിട്ട് നാട്ടിലേക്ക് വിളിച്ച് ഞാൻ ഷൊർണൂർ എത്തിയിട്ടുണ്ട്, ഇന്ന സമയത്ത് ഞാൻ ഒലോക്കോട് എത്തും. കാരണം അന്ന് ജയിലിൽ 3 മാസം കിടക്കുമ്പോഴത്തേനും താടിയൊക്കെ വല്ല ഇത്രയൊക്കെ എത്തി, ഭയങ്കര താടിയും മുടിയൊക്കെ ആയിട്ട് ഭയങ്കര ഭീകര രൂപമായിരുന്നു. അപ്പം അപ്പനോട് പറഞ്ഞു ഞാൻ നിങ്ങൾ വരുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ കൊണ്ടുവരും, എനിക്ക് താടി മുടിയൊക്കെ സെറ്റാക്കിയിട്ട് വേണം കുടിക്ക് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ശരി വരാ പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ആഘോഷം. കാരണം മോന് ജയിലിലൊക്കെ കടന്നിട്ട് ഗൾഫ് പോയതാണ്. ആ ഗൾഫ് പോയാൽ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ഒരു കഷ്ടപ്പാടും ഉള്ളൂ, അത് കഴിഞ്ഞ് കുറച്ച് സുഖം കിട്ടി, പിന്നെയും ദുഃഖം, ഈ എന്താ പറയുക ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ ആഘോഷമാണ്, വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ വരുന്നുണ്ട് കണ്ട് ഫുഡൊക്കെ ഒരുക്കി റെഡിയാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ട്രെയിനിൽ പാലക്കാട് ഷൊർണൂരിൽ നിന്ന് പാലക്കാടേക്കുള്ള ട്രെയിനിൽ 1/2 മണിക്കൂർ യാത്ര ഉള്ളൂ. ഞാൻ ഈ 1/2 മണിക്കൂറിൽ അങ്ങനെ ക്ഷീണിച്ച്. അപ്പോൾ എൻ്റെ തൊട്ടൊരു പാസഞ്ചർ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പാലക്കാട് സ്റ്റേഷൻ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ അങ്ങനെ ഒന്ന് മയങ്ങി. കാരണം വിശപ്പിൻ്റെ ഊക്കാണ്. വിശപ്പിൻ്റെ ഊക്കിൽ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും 1/2 മണിക്കൂറിലൊക്കെ നീ ഗ്യാപ്പ് ഉറങ്ങി. കാരണം വിശപ്പ് 2 ദിവസം പച്ചവെള്ളം കുടിച്ച് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഇതിൽ നല്ല ഫ്രീ ആയിട്ട് തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ പെണ്ണ് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഞാൻ പിന്നെയും പോയി എത്തുന്നത് എവിടെ നിന്നറിയോ? അടുത്ത് ഉണരുന്നത് പാലക്കാട് സ്റ്റേഷൻ കഴിഞ്ഞ് വാളയാർ കഴിഞ്ഞിരിക്കണം. അവിടെ വലിയ രസമാണ്. വാളയാർ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പുകൾ പോത്തന്നൂരാണ്. ഈ പോത്തന്നൂർ സ്റ്റേഷനിൽ വീട്ടുകാരാണെന്ന് വെച്ചാൽ ഒലോക്കോട് സ്റ്റേഷനിൽ എന്നെ അടുത്ത് വെയിറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു ഉറപ്പില്ല. പോത്തന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങിയതും എന്നെ അപ്പോൾ ടി.ടി.ആർ പിടിച്ച് ടിക്കറ്റ് കൊണ്ടുപോകാറ്. ഞാൻ പാലക്കാട് ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് എന്നെ കുറേ മെനക്കെടുത്ത് പൈസ കൊണ്ടാ അല്ലെങ്കിൽ നിന്നെ വിടില്ല, ഫൈനാണ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു സാറേ 3 മാസം ജയിലിൽ കിടന്ന് സൗദി അറേബ്യയിൽ അതിൻ്റെ ഔട്ട് പാസ് കയ്യിലുണ്ട്, ഇതാവാണ്ട് കാണിച്ചു കൊടുത്തു. ബോംബെയിൽ നിന്ന് ഷൊർണൂർ വന്ന ട്രെയിനിൻ്റെ ടിക്കറ്റും ഉണ്ട്, ഷൊർണൂർ നിന്ന് പാലക്കാട് വന്ന ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ഒരു 3 ദിവസം കൂടി ജയിലിലിട്ടാലേ എനിക്ക് വിഷയമല്ല, ഞാൻ എൻ്റെ അടുത്ത് 10 പൈസ തരാനില്ല, ഞാൻ തരൂല്ല പറഞ്ഞു. ലാസ്റ്റ് അയാൾക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് 1 ഉറുപ്പിക കിട്ടില്ലാണ്ട് എന്നെ അവിടെ ആട്ടി വിട്ട്. സ്റ്റേഷനിൽ നിന്ന് പോകണ്ടാട്ട് ആട്ടി വിട്ട് എനിക്ക് എവിടെ പോകാൻ, എനിക്ക് പാലക്കാട് പോകണ്ടേ. 4 മണിക്ക് റിട്ടേൺ ട്രെയിൻ ഉണ്ട്. വീട്ടുകാരാണെങ്കിൽ ആകെ ബേജാറായിട്ടിരിക്കും. കാരണം 1:30 മണിക്ക് ഞാൻ ഒലോക്കോട് എത്തും പറഞ്ഞ ആൾക്ക് വീട്ടുകാർക്ക് മറുപടി കൊടുക്കാനത്ത് 1 ഉറുപ്പിട്ട് വിളിക്കാനുള്ള ഒരു സംവിധാനത്തിലുള്ള ആ ഒരു പൈസയില്ല. പിന്നെ ആരുടെ നമ്പറും ഇല്ലല്ലോ, ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ആ വാപ്പാൻ്റെ നമ്പർ മാത്രമൊന്നും കാണാണ്ട് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ട്രെയിന് പാലക്കാടുള്ള ട്രെയിന് വന്ന് സ്റ്റേഷനിൽ നിന്നിട്ട് അതിൽ കൂന്ന് സൗണ്ട് അടിക്കുമല്ലോ എടുക്കുന്ന സമയത്ത്, ആ സൗണ്ട് അടിക്കാൻ ഞാൻ ഓടി ആ ട്രെയിനിൽ തന്നെ കയറി. ആ ട്രെയിനിൽ കയറി പിന്നെ വണ്ടി എടുത്തു. അപ്പോൾ കുറച്ച് മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ഒന്ന് ഫോണൊന്ന് തരുമോ ചോദിച്ചു. ആ ഫോൺ വന്നപ്പോൾ ഞാൻ വാപ്പാൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ അറിയാതെ അവിടെ എത്തി എന്നൊക്കെ വാപ്പാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളവിടെ നിൽക്കി, ഞാൻ ഈ ട്രെയിനിൽ വരുന്നുണ്ട്, ഇനി നിങ്ങൾ ഉള്ളിൽ നിൽക്കണ്ട പുറത്ത് നിൽക്കി, ഇനി എനിക്ക് അവിടെ വന്നിട്ട് ഇനി ചീര ചെയ്യാൻ വയ്യ. കാരണം പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കണം, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കണ്ട. കാരണം അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇത് അച്ചക്കന്മാർ കേട്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ കഥ ചുരുക്കി പറഞ്ഞു കൊടുത്തായിരിക്കും ഇന്നമാതിരി സംഭവിച്ചത്. അപ്പോൾ അവർക്ക് ആകെ എൻ്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം 2 ദിവസം 2.5 ദിവസം ശരിക്ക് 3 ദിവസം ഭക്ഷണമില്ല, പച്ചവെള്ളത്തിലാണ് വരുന്നത്. അപ്പോൾ അവർ നേരെ അവിടെ അടുത്തുനിന്നുള്ള ആളിനെ വിളിച്ച് കുറച്ച് വടയും ബജ്ജിയും ചായയൊക്കെ വാങ്ങി തന്ന് എന്നോട് നിങ്ങൾ കഴിക്കുന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര വിഷമം. കുട്ടികളായിരുന്നു അത്.
ഭയങ്കര വിഷമമായി തന്ന് എന്നെ സമാധാനിപ്പിച്ച് എന്താ പറയുക, ഇതിന് ട്രെയിനിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഫൈനായാലും ഞങ്ങൾ കെട്ടിക്കോളാം, നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട, അവിടെ എത്തണ വരെ ഞങ്ങൾ ഉണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നും കൂടി സമാധാനം. ഇനി ട്രീറ്റ് ഇറങ്ങാനും ആ ട്രെയിനിൽ കയറി അവിടെയും പോടില്ലോ എന്നുണ്ട്. പിന്നെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് എത്തിയില്ല, ഒന്നും മുതൽ ആരും മുതൽ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇറങ്ങിയത് എൻ്റെ വാപ്പിയും എൻ്റെ ചെറിയ മോള്, ഫസ്റ്റത്തെ മോളുണ്ടായി. മോള് എന്നിട്ട് കണ്ടപാടെ എടുത്തതും മോള് പേടിച്ച്, കാരണം എൻ്റെ ഫേസ് കണ്ടിട്ട് പേടിച്ച്. അപ്പോൾ ഞാൻ വാപ്പനോട് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ ഒരു 5:30 ആ സമയമാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ ഗൾഫിൽ പോയവരറിയാം. പക്ഷേ ഞാനിങ്ങനെ അനുഭവിച്ച വേദനകൾ അവർക്ക് അറിയില്ലല്ലോ, ഞാൻ വരുന്ന ലെവലും അറിയില്ല. ഞാൻ അപ്പനോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, ഞാനൊന്ന് ഇരുട്ടായിട്ട് വരാൻ പറഞ്ഞു. കാരണം എനിക്ക് മാനക്കേട്, കാരണം ചില ഗൾഫിൽ നിന്ന് വരില്ലേ, അപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലല്ലല്ലോ. ആ പറഞ്ഞ് നടക്കട, നിന്നെയും കാത്തിടാടെ ഉമ്മ പാവം കുറേ നേരെ കാത്തിരിക്കണം സങ്കടപ്പെട്ടിട്ട്, നീ എളുപ്പം പറഞ്ഞു. അങ്ങനെ ഓട്ടോറിക്ഷക്കാർ അങ്ങനെ വീടെത്തി. ആ ഒരു സന്തോഷം അന്ന് ഭയങ്കര അതൊന്നും പറയാൻ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു ആ ഒരു ലൈഫ്. അതൊന്നും എങ്ങനെയാണ്, ഫൈസൽക്ക പറഞ്ഞല്ലോ കട്ടൻ ചായ പോലും വെക്കാൻ അറിയാത്ത ആളാണ്, എങ്ങനെ കോവൈ റൗത്തറിലേക്ക് എത്തി? അതായത് എനിക്ക് കട്ടൻ ചായ പോലും വെക്കാൻ അറിയില്ല എന്നുള്ള സത്യത്തിനാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ മറ്റേ ചാടിയിട്ട് 1200 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയെന്ന് പറഞ്ഞില്ലേ, അവിടെ പറഞ്ഞാൽ നമ്മളൊരു കുറേ മലയാളീസുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു റൂമിൽ ഒരു 15 ആൾ 10 ആൾ ഇങ്ങനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തർ വെക്കണം. ഓരോരുത്തർക്ക് ഓരോ ദിവസവും ഓരോ ഡ്യൂട്ടിയാണ്. ഒന്ന് റൂം ക്ലീനിങ്ങിൻ്റെ, ഒരു ആൾക്ക് ഫുഡിൻ്റെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഫുഡ് വെക്കാൻ ഭയങ്കര ത്രില്ലാണ്. പൊതുവെ എൻ്റെ ഫുഡ് വെക്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ എന്തോ അറിയില്ല എന്നെ തണ്ടാക്കുമായിരുന്നു, കാരണം അവർക്ക് വെക്കാൻ മടിയുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. ഫൈസലിൻ്റെ ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറയും, കാരണം ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ആണോ ഇനിയിപ്പോൾ നന്നായിട്ടെന്ന് പറയാം. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ത്രില്ലായി. അങ്ങനെ ഞാൻ ഏതൊരു ഭക്ഷണത്തിലും അതിലെങ്ങനെ വെറൈറ്റി കണ്ടെത്താൻ പറ്റും, അതെങ്ങനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. കുറേ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ച് ചോദിക്കും, ഉമ്മ നല്ല ഭക്ഷണം ഉണ്ടാകും, ഉമ്മാനെ വിളിച്ച് ചോദിക്കും ഉമ്മ അതെങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ചോദിക്കുമ്പോൾ ഏതൊരു സാധനത്തിന് നാച്ചുറലായി കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫുഡിന് ഒരിക്കലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ ടേസ്റ്റ് കിട്ടിയാൽ തന്നെ അതൊരു കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ബാഡായി പോകും. നാച്ചുറലായി എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നിലനിൽക്കും ചെയ്യും, നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. കാരണം നമ്മൾ അടുത്തൊരു കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമുക്കറിയുന്ന രീതിയിൽ ഒരു മായം കൂടി ചേർക്കാണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. അപ്പോൾ ഏതൊരു ഭക്ഷണമായാലും നീ നാച്ചുറലായിട്ട് കൊടുക്കുക, നാച്ചുറലായിട്ട് ഉണ്ടാക്കുക, അതിന് എന്നും ടേസ്റ്റ് ഉണ്ടാവും എന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇതായിരുന്നു ആദ്യത്തെ ബിസിനസ്? അല്ലല്ല, അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല വണ്ടീൻ്റെ ക്രൈസ് ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഞാൻ പിന്നെ കുറച്ച് നാട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗദി അറേബ്യയിൽ പോയി അവിടെ സ്വന്തമായിട്ട് ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നല്ല നിലക്ക് പോയി. അവിടെ അത്യാവശ്യം ഞാനൊരു 5-6 വർഷം പിന്നെയും നിന്ന് അവിടെ വണ്ടികളൊക്കെ ട്രെയിലറിൻ്റെ മെർസിഡീസ് ബെൻസിൻ്റെ ട്രെയിലർ, ഈ കണ്ടെയ്നറിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിതാക്കാത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ വന്നു. നിതാക്കാത്തിൻ്റെ പ്രശ്നം സമയത്ത് നമ്മൾ പിന്നെ ഞാൻ യമൻ്റെ സൗദിൻ്റെ ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ കുറച്ച് പ്രതിസന്ധി വന്നു. അപ്പോൾ എനിക്ക് പൊതുവേ എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഏറ്റവും വലുത്. ഈ പൈസ എനിക്ക് സെക്കൻഡറിയാണ്. എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ ഫാമിലി, ഇവരുടെ കൂടെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ഒരു സന്തോഷം നമുക്ക് എവിടെയും കിട്ടില്ല. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയാലും മാക്സിമം ഒരു 8 മാസം, ഒരു 9 മാസം, ഇത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എന്തായാലും 1 മാസത്തെ വെക്കേഷനിൽ വരും. ചിലർ ചോദിക്കും എൻ്റെ അടുത്ത്, നീ എന്താ യൂസഫ് അലിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പോയി പെട്ടെന്ന് വരുന്ന സമയത്ത്. പക്ഷേ അവൻ്റെ വിചാരം, പക്ഷേ എനിക്ക് ഇനിയിപ്പം ഞാൻ വരുന്ന ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസോ മറ്റു കാര്യങ്ങളോ നോക്കുന്നത്, എൻ്റെ വീട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്നേഹം, എനിക്ക് സന്തോഷം, അത് എത്ര കോടി കൊടുത്താലും എനിക്ക് എവിടെ നിന്നും കിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് അവൻ്റെ ഒരു പാർട്ട്ണർ, ഭാര്യയായാലും ഭർത്താവായാലും, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി
അണ്ടർസ്റ്റാൻഡിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് പാർട്ട്ണർ കിട്ടുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം, ലൈഫ് പാർട്ട്ണർ. അല്ലാണ്ട് കോടികൾ സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മണിമാളികൾ കെട്ടിപ്പണിത് ലോകം കീഴടക്കി ഇതൊന്നും നമുക്ക് സമാധാനം കിട്ടില്ല. ഇതൊക്കെ കീഴടക്കി നമ്മൾ വീട്ടിൽ പോകുമ്പോൾ സമാധാനം ഇല്ലെങ്കിലും നമുക്ക് വീടാണ് ഏറ്റവും വലിയ സമാധാനം അല്ലേ? ആ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കുടുംബം. ആ കുടുംബത്തെ നമ്മൾ എപ്പോഴും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുക. ഇത് കുടുംബം എന്ന് പറയുന്ന ഒരു കുപ്പിച്ചില്ല് മാതിരിയാണ്. ആ കുപ്പിച്ചില്ല് നമ്മൾ എത്ര തുടച്ചാൽ ആ പളുങ്ക് മരുന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിട്ടാലും അശ്രദ്ധമായിട്ട് നിലത്ത് വീണാൽ പൊട്ടിയ പോയില്ലേ. എപ്പോഴും നമ്മളത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും വലുത് ഫാമിലി. കോവൈ റൗത്തർ എന്നുള്ള കോൺസെപ്റ്റ് വന്നതിന് ശേഷം ലൈഫ് എങ്ങനെ ചേഞ്ച് ആയി? ലൈഫ് ചേഞ്ച് ആകുക എന്ന് പറഞ്ഞാൽ കോവൈ റൗത്തർ, ഈ റൗത്തർ ബിരിയാണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പാലക്കാടുള്ള ഒരു കോൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ തമിഴ്നാട് അത് ചെറിയ ഡിഫറെൻ്റ് വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പാലക്കാട് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ബിരിയാണിയാണ്. കാരണം കഴിച്ചവർക്ക് അതറിയാൻ പറ്റും. കാരണം ചിലവർ കാണുമ്പോൾ ഒരു മഞ്ഞ കളർ ബിരിയാണി എന്ന് പറയും. പക്ഷേ അത് കഴിക്കണം, അതിൻ്റെ ടേസ്റ്റ് അറിയാം. അതിൽ സ്വാഭാവികമായിട്ട് അതിലൊക്കെ മസാലകളാണ്. റൈസ് ജീര റൈസാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റൈസ്. മാക്സിമം ഈ മറ്റേ തലശ്ശേരി ബിരിയാണി എല്ലാത്തിലും ജീര റൈസ് ഉണ്ടെങ്കിൽ പോലും ഈ റൗത്തർ ബിരിയാണിക്ക് എന്താ പറയുക, ഇതിൻ്റെ മസാലക്കൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ നമ്മളെ മാക്സിമം പാലക്കാടുള്ള ആൾക്കാർ മസാലക്കൂട്ട് വരുമ്പോൾ ഒരു വെറൈറ്റിയാണ്, നാച്ചുറലായിട്ടുള്ള ഒരു മറ്റേ എന്താ പറയുക മസാലകളാണ് ഇതിൽ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ അതേ ബിരിയാണി തന്നെ, ഇപ്പോൾ എൻ്റെ ബിരിയാണി, ഇപ്പോൾ ഞാൻ എൻ്റെ കോവൈ റൗത്തർ ബിരിയാണി എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഈ ബിരിയാണി ഈ പാലക്കാട് എന്നല്ല ഈ പറയുന്ന ഏത് ഭാഗത്തും കിട്ടൂല. കാരണം ഞാൻ അതിലൊരു വെറൈറ്റി എങ്ങനെ കണ്ടെത്താം എന്ന് പരീക്ഷിച്ച് കണ്ടെത്തിയ ഒരു കോൺസെപ്റ്റാണ് ഈ കോവൈ റൗത്തർ ബിരിയാണി എന്ന് ഞാൻ വന്നത്. ഈ കോവൈ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് വെച്ചതാണ്. പക്ഷേ ഒരു വേൾഡ് വൈഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിതിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റൗത്തർ ബിരിയാണിയിൽ ഒരു വെറൈറ്റി കഴിച്ചവർക്കാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് അറിയുള്ളൂ. റൗത്തർ ബിരിയാണി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പാലക്കാടൊക്കെ ബിരിയാണി എന്ന് വെച്ചാൽ ഇന്ന് മറ്റ് ബിരിയാണിയൊക്കെ ചിലപ്പോൾ ഒരു നേരം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ദിവസം അന്നത്തെ ദിവസം വെച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ആർക്കും കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, മടുക്കൂല. നമ്മളെ പാലക്കാടൻ ബിരിയാണിക്ക് പാലക്കാട്ടുകാർ ചോദിച്ചാൽ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ആ ബിരിയാണി പിറ്റത്തെ ദിവസം ചൂടാക്കിയാൽ പോലും അതിന് ടേസ്റ്റ് കൂടും. നമ്മൾ ഒരു മത്തിക്കറി അല്ലെങ്കിൽ മീൻ കറിയൊക്കെ നമ്മൾ ഇന്ന് വെച്ച് നാളെ കൂട്ടുമ്പോൾ ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ റൗത്തർ ബിരിയാണിക്ക് വരുന്ന ഫീൽ. അതിലൊരു വെറൈറ്റി, അതായത് റൗത്തർ ബിരിയാണി പറയുമ്പോൾ ചിക്കനൊക്കെ അതിലിട്ടിട്ട് വേവിച്ച് ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് എൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്ത് അതിന് സെപ്പറേറ്റ് വേറൊരു മസാലയാണ്. ആ മസാല നമ്മളിതിൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ബാംഗ്ലൂർ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെ ഇനി അടുത്ത ഔട്ട്ലെറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. ഇതിപ്പോൾ നമ്മൾ പാലക്കാട് വരും, അതുമാതിരി എല്ലാ തമിഴ്നാട് മിക്ക സ്ഥലങ്ങളിലും ഈ വേൾഡിൽ എവറേജ് എവിടെയൊക്കെ ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഈ നമ്മുടെ ഈ പാലക്കാടിൻ്റെ തനതായ രുചി എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫൈസൽ ഖാൻ്റെ കഥ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ ഒരു അടയാളമാണ്. അതായത് കട്ടൻ ചായ പോലും വെക്കാൻ പറ്റാത്ത ഒരാൾ 22-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു, പ്രാരാബ്ദങ്ങൾ കാരണം 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തുന്നു. അതിനുശേഷം പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു. വിസ തട്ടിപ്പ്, അത് കഴിഞ്ഞിട്ട് ജയിൽവാസം, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്നു, റെയിൽവേ വെള്ളം കുടിച്ചിട്ട് 3 ദിവസം പട്ടിണി അടക്കി ജീവിക്കുന്നു. ഇങ്ങനെ ജീവിച്ചതിന് ശേഷം തുടങ്ങിയ കോവൈ റൗത്തർ ബിരിയാണിയിലൂടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ രുചി ലോകത്തെമ്പാടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിൽക്കുന്നു. ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അന്നമാണ് ദൈവം, വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, അന്നമാണ് ദൈവം എന്ന് കേട്ടിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ദൈവത്തിനെ പോലെ നിൽക്കുന്നൊരു പ്രതീകമാണ് ഫൈസൽ ഖാൻ എന്ന് പറയുന്നത്. ഫൈസൽ ഖാൻ്റെ ഈ കോൺസെപ്റ്റും പാലക്കാടൻ കോവൈ റൗത്തർ ബിരിയാണിയും
ലോകം കീഴടക്കട്ടെ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. താങ്ക് യു. എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് വന്നതിനും ഫൈസൽ ഖാൻ്റെ ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞതിനും എനിക്ക് ഐ എം സോ ഷുവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഫൈസൽ ഖാ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ ഈ സ്റ്റോറി അവർ ഇൻസ്പയർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഫൈസൽ ഖാ എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് വന്നതിനും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഇവിടെ പറഞ്ഞതിനും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും ഞാൻ കോവേ റാവുത്തർ ബിരിയാണീൻ്റെ ഒരു ഫാനാണ്. ഞാൻ എന്നും അവിടെ നിന്നാണ് കഴിക്കുന്നത്. കോവേ റാവുത്തർ ബിരിയാണി ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുടങ്ങട്ടെ. ലോകത്തെമ്പാടുള്ള ആൾക്കാർക്ക് കോവേ റാവുത്തർ ബിരിയാണീൻ്റെ രുചി അവരുടെ നാവുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒന്നും കൂടി താങ്ക് യു. എന്നെ ഇതിലേക്ക് വിളിച്ചതിലും ഈ ഒരു കീർത്തി എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്.